വളരെ വിഷമത്തോടെയാണ് ഈ കാര്യം പറയുന്നത്. ഒരു വീട്ടിലെ അമ്മായിയമ്മയുടെയും മരുമകളുടെയും ഇടയിലുള്ള ചില വിഷയങ്ങളാണ് പറയുന്നത്. മകൻ്റെ വിവാഹം കഴിഞ്ഞു, ഭാര്യയുമായിട്ട് വീട്ടിലേക്ക് വന്നു. മകൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ 1.5 മാസത്തെ വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ള അവധി തീർന്ന് മകൻ തിരിച്ച് ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോയതിന് ശേഷമാണ് അവരുടെ വീട്ടിൽ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. ഈ 1.5 മാസം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചെറിയ ചെറിയ വിഷയങ്ങൾ, അതായത് ഇങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ കറി വെക്കുന്നത്, അല്ലെങ്കിൽ ഈ പാത്രമാണോ ഇതിനടയ്ക്കുന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ വീട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ മകൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഗൾഫിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് സാമാന്യം നല്ലൊരു ശമ്പളമുണ്ട്. അതുകൊണ്ട് നല്ലൊരു വീട് അവർ വെച്ചു. നല്ലൊരു വീട് വെച്ചതിന് ശേഷം അവർക്കുണ്ടായിരുന്ന പഴയ വീട്, ആ വീട് അവർ പൊളിച്ചു കളഞ്ഞു. പൊളിച്ചതിന് ശേഷം അവർ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയെല്ലാം ഈ നല്ല വീട്ടിലേക്ക് അവർ താമസിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ സന്തോഷത്തോടെ അവർ ജീവിക്കുന്ന സമയത്താണ് ഈ മകൻ്റെ കല്യാണം കഴിഞ്ഞത്. സാധാരണ ഭവനങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ അവിടെയും വഴക്കുകളുണ്ടായി, ചെറിയ ചെറിയ തർക്കങ്ങളുണ്ടായി. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇവൾ ഭർത്താവിനെ വിളിച്ച് പറയുമായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവുന്നുണ്ട്, വിഷയങ്ങളുണ്ടാവുന്നുണ്ട്, ഇന്ന് അങ്ങനെ ഉണ്ടായി, കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്ന വിഷയങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ പറയുന്ന സമയത്തും ഈ ഭർത്താവ് പറയുന്നത്, നീ പറയുന്ന ഒരു കാര്യങ്ങളും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അവരിൽ നിന്ന് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഈ പെൺകുട്ടിക്ക് മനസ്സിലായി ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കത്തില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇവർക്ക് 3 ആൺകുട്ടികളുണ്ടായി. ഇങ്ങനെ ഈ ഇത്രയും വർഷങ്ങൾ കടന്ന സമയത്തും ഒത്തിരിയും കാര്യങ്ങൾ ഈ പെൺകുട്ടി ഫേസ് ചെയ്ത ഇവിടം വരെ എത്തിയത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഏതോ ഒരു കാര്യത്തിന് വേണ്ടി തർക്കം ഉണ്ടായിട്ട്, ഒരു അനിയൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ അനിയൻ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്തോ ഒരു കാരണത്തിൽ തർക്കം ഉണ്ടായിട്ട് ഈ അനിയൻ ഇവരെ തല്ലി എന്ന് പറയുമ്പം ഇവരുടെ ഒരു സൈഡ് മുഴുവൻ ചുമന്ന് നീര് വെച്ച് വളരെ ശക്തിയോട് കൂടിയാണ് ഈ സഹോദരൻ ഇവരെ തല്ലിയത്. ഇവർ ഈ തല്ല് മേടിച്ചോണ്ട് ഇവരിങ്ങനെ നിലവിളിച്ചോണ്ട് അടുക്കളയിലേക്കോട്ട് ഇവർ ഓടി വരുമ്പം ഇവരുടെ അമ്മായിയമ്മ അവിടെ ഇരിപ്പുണ്ട്. ഇവരുടെ അമ്മായിയമ്മ അവിടെ ഇരുന്നിട്ട് ഇവർ ഓടി വരുന്നത് നോക്കുകയല്ലാതെ ഒരു വാക്കുപോലും അവരുടെ മകനോട് സംസാരിച്ചില്ല. നീ എന്തിനാടാ തല്ലിയത് എന്നൊരു വാക്കുപോലും സംസാരിച്ചില്ല. ഇവർ പെട്ടെന്ന് ഇവരുടെ ഭർത്താവിനെ ഫോൺ വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇന്ന പോലെ വിഷയങ്ങളാ, എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം എന്ന് പറഞ്ഞ് ഇവർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അതോടൊപ്പം ഇടയ്ക്ക് ആ പുള്ളിക്കാരത്തിയുടെ വീട്ടുകാർ വന്ന് പോലീസിൽ കേസ് കൊടുത്തു. എന്നാൽ ഭർത്താവ് ഇടപെട്ട്, ഭർത്താവ് ഈ പറയുന്നത് പോലെ വളരെ സ്നേഹത്തോടെ കുറച്ച് ചക്കരവാക്കുകൾ പറഞ്ഞ സമയത്ത് ഈ സ്ത്രീ അതങ്ങ് ക്ഷമിച്ചു. ഇവർ വിചാരിച്ചു, ശരി അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിൽ നടന്ന വിഷയമായതുകൊണ്ട് അതിന് പുറത്തേക്ക് അതൊരു വിഷയമാക്കണ്ട എന്ന് കരുതി ഭർത്താവിൻ്റെ വാക്ക് കേട്ട് ഇവർ ആ കേസ് പിൻവലിച്ചു. അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തിരിച്ച് വീട്ടിൽ വന്നിട്ടും അമ്മായിയമ്മയോ ആരും ഇവർക്ക് അടി കൊണ്ടതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെ കുറച്ച് 1.5 മാസം കടന്നുപോയി. ഈ 1.5 മാസം കടന്നു പോയ സമയത്ത് ഒരു ദിവസം 2 പോലീസുകാർ ആ വീട്ടിലേക്ക് കയറി വന്നു. പോലീസുകാർ വന്നിട്ട് ഇവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് ആഹാരം കൊടുക്കുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇവരുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്ത കാര്യം ആ വീട്ടിലെ അമ്മച്ചി പറഞ്ഞില്ല. പോലീസുകാർ അമ്മച്ചിയോട് ചോദിച്ചപ്പം അമ്മച്ചി ഇത് ആദ്യം കേൾക്കുന്നത് പോലെയാണ് പറയുന്നത്. അന്നേരം പോലീസുകാർക്ക് തന്നെ മനസ്സിലായി ഇത് ഇവർക്ക് ഈ മരുമകൾക്ക് എതിരെ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യയ്ക്കെതിരെ പറയുന്ന ചില കാര്യങ്ങളാണെന്ന് മനസ്സിലായിട്ട് അവരങ്ങ് പോയി. എങ്കിലും പല പ്രാവശ്യം അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു, സംസാരിച്ചു. ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ പോയപ്പം ഈ സഹോദരിക്ക് മനസ്സിലായി ഇത് അത്ര നിസ്സാര കാര്യമല്ല, ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് അവർക്ക് മനസ്സിലായതിന് ശേഷം അവരുടെ ഭർത്താവ് അവരെ വാടകയ്ക്ക് വേറൊരു വീട്ടിലേക്ക്, സ്വന്തം വീട് മാറി വീട്ടിൽ നിന്ന് അവർ വാടകയ്ക്ക് പോയി. വാടകയ്ക്ക് അവർ കുറേ വർഷം, എനിക്ക് തോന്നുന്നു 10-16 വർഷത്തോളം അവർ വാടകയ്ക്ക് താമസിച്ചു. ഇങ്ങനെയെല്ലാം കൊടുത്തുകൊണ്ട് ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയ്ക്ക്
അവര് ഈ സഹോദരൻ, ഈ മകനെതിരെ അവർ കേസ് കൊടുത്തത്, ഈ വീട് കുടുംബ വീടാണ്, അതുകൊണ്ട് ഈ വീടിൻ്റെ അവകാശം അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടുന്നത് പോലെ മറ്റ് സഹോദരങ്ങൾക്കും വേണം. ആ രീതിയിൽ അവർ കേസ് കൊടുത്തു. അവസാനം വിധി വന്നത് ഇവരുടെ അവകാശത്തിൽ കിട്ടിയ സ്ഥലത്താണ് ഇവർ വീട് വച്ചിരുന്നത്. അതുകൊണ്ട് ഈ വീട് കുടുംബ വീടായിട്ട് പോകത്തില്ല, ഇതിൻ്റെ അവകാശം മറ്റാർക്കും പോകത്തില്ല. അങ്ങനെ രീതിയിൽ വിധി വന്നപ്പം ഇവർക്ക് ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഓരോ മക്കളും അവരിങ്ങനെ അവിടുന്ന് മാറിപ്പോയി. അങ്ങനെ പോയ സമയത്ത് ഇതിനിടയ്ക്ക് ഇത്രയും വിഷയങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് അവിടുത്തെ അപ്പച്ചൻ മരിച്ചുപോയി. അപ്പം ഈ മക്കൾ ഓരോരുത്തരും പോയതിന് ശേഷം ഈ അമ്മച്ചി ഒറ്റയ്ക്കായി. അവർ ഓരോ വർഷം അവരുടെയും പ്രായം കൂടി വരുമല്ലേ. ആ സമയത്ത് അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായി. എങ്കിലും മക്കൾ അവരെ ഇട്ടേച്ച് അവരെല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മകൻ തന്നെ അവരോട് പറഞ്ഞു, ഭാര്യയോടും മക്കളോടും പറഞ്ഞു, നിങ്ങൾ വന്ന് ഈ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞു. അന്നേരത്തിന് വർഷങ്ങൾ കുറേ കഴിഞ്ഞു പോയി കേട്ടോ, 10-14 വർഷത്തോളം കഴിഞ്ഞു പോയി. അങ്ങനെ അവർ തിരിച്ച് മടങ്ങി വന്ന് താമസം തുടങ്ങി. ഈ മടങ്ങി വന്ന സമയത്ത് ഈ പുള്ളിക്കാരത്തി പഴയ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇവർ അന്ന് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഈ അമ്മായിയമ്മയും ഈ മരുമോളും നല്ല കൂട്ടുകാരെ പോലായിരുന്നു. അവർ വീണ്ടും അതുപോലെ തന്നെ ഒരു ജീവിതം തുടങ്ങി. പക്ഷെ അങ്ങനെ ഒരു തരത്തിൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയ സമയത്ത് വീണ്ടും ആ സഹോദരങ്ങൾ വീണ്ടും വന്നു, വീണ്ടും വിഷയങ്ങളുണ്ടാക്കി. ഇതിനിടയ്ക്ക് ഇളയ മകൻ ഗൾഫിൽ പോയി, അവൻ വീടൊക്കെ വെച്ചു. ആ വീട്ടിലേക്ക് അമ്മച്ചിയെ കൊണ്ടുപോയതിന് ശേഷം അവിടെ കുറേ നാൾ അങ്ങനെ താമസിച്ചതിന് ശേഷം പിന്നെ അവിടെയും വിഷയങ്ങളുണ്ടായ സമയത്ത് അവൻ്റെ ഭാര്യ ഈ അമ്മച്ചിയെ ഈ വീട്ടിൽ തനിച്ചാക്കിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും ഈ അമ്മച്ചി നല്ല വാർദ്ധക്യത്തിലേക്ക് എത്തി കേട്ടോ. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് അവർക്ക് അരയ്ക്ക് താഴോട്ട് തളർന്ന അവസ്ഥയാണ്. ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന സമയത്ത് ആ വീട്ടിൽ ആരുമില്ലെന്ന് ഓർക്കണം. മകൻ ഗൾഫിലാണ്, മകൻ്റെ ഭാര്യ അവരുടെ വീട്ടിൽ പോയി. പിന്നെ അന്ന് കൂടെ ഉണ്ടായിരുന്ന പെമ്മക്കളും മറ്റു മക്കളും ഇപ്പോൾ അവരാരുമില്ല, അവരെല്ലാം അവരവരുടെ വീടുകളിൽ പോയി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആദ്യം പറയുന്ന പോലെ വളരെ സങ്കടത്തോടെയാണ് ഈ കാര്യം ഷെയർ ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം, ഞാൻ അടങ്ങുന്ന പല അമ്മമാരും അവർ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് വർഷങ്ങൾ കഴിയുമ്പം അനുഭവിക്കേണ്ടി വരുന്നത്. അന്ന് മക്കളെയും മരുമക്കളെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഇവർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. മക്കളെയും മരുമക്കളെയും ഒരുപോലെ സ്നേഹത്തോടെ കൊണ്ടുപോയാൽ നാളെ ക്ഷീണമുണ്ടാകുന്ന സമയത്ത് നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ, നമ്മളോടൊരു വാക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ നമ്മുടെ ചുറ്റും ആളുകളുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും.